കുഞ്ഞുങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇന്നലെ ആ കൊല്ലപ്പെട്ട 5 പേരിൽ ഒന്ന് ഒരു സ്കൂൾ വിദ്യാർത്ഥിയാണ്. വെഞ്ഞാറമൂട് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിന് ഇന്ന് അവധിയാണ്. തങ്ങളുടെ പ്രിയപ്പെട്ട അഹ്സാനെ നഷ്ടമായ വേദനയിലാണ് സഹപാഠികളും അധ്യാപകരും. ഇതുവരെയും വീട്ടിലെ വിഷമങ്ങളൊന്നും അഹ്സാൻ ആരുമായും പങ്കുവച്ചിരുന്നില്ല. ഇന്നലെയും സ്കൂളിൽ എത്തിയിരുന്നു. അസ്വാഭാവികത ഒന്നും തോന്നിയില്ലെന്നാണ് ക്ലാസ് ടീച്ചർ സ്മിത റിപ്പോർട്ടറിനോട് പറഞ്ഞത്. ക്രൂരമായ കൊലപാതകത്തിൽ നിന്ന് വെഞ്ഞാറമൂട്ടുകാർ ഇതുവരെയും മുക്തരായിട്ടില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലപ്പെട്ട അഹ്സാൻ പഠിച്ച വെഞ്ഞാറമൂട് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ്സിലാണ്. 8J ക്ലാസ്സിലാണ് അഹ്സാൻ പഠിച്ചിരുന്നത്. എന്നോടൊപ്പം ഈ അധ്യാപകരടക്കം അഹ്സാൻ്റെ HM അതുപോലെ ക്ലാസ് ടീച്ചർ അടക്കമുള്ള അധ്യാപകരും ഈ ക്ലാസ്സിലുണ്ട്. ഇന്നലെയും അഹ്സാൻ ഈ സ്കൂളിലെത്തിയിരുന്നു, പരീക്ഷയിൽ പങ്കെടുത്തിരുന്നു. അതിനുശേഷം വൈകുന്നേരത്തോടു കൂടി സ്കൂൾ വിട്ടതിന് ശേഷമാണ് ഇവിടെ നിന്ന് മടങ്ങിയത് എന്നുള്ളതാണ് അധ്യാപകരെല്ലാം തന്നെ പങ്കുവയ്ക്കുന്നത്. ടീച്ചറെ, HM ആണ്. ഏതെങ്കിലും തരത്തിൽ ഈ അഹ്സാൻ ഈ സ്കൂളിലെ അധ്യാപകരോടോ അല്ലെങ്കിൽ ആരോടെങ്കിലും ഈ വീട്ടിലെന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതായൊക്കെ പങ്കുവച്ചിരുന്നു? ഇല്ല, ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. കുട്ടി നല്ല കുട്ടിയായിരുന്നു. ഈ സാധാരണ അഹ്സാൻ എങ്ങനെയാണ് എല്ലാവരോടും സന്തോഷിച്ച് കളിച്ച് ചിരിച്ച് നടക്കുന്ന ഒരാൾ തന്നെയായിരുന്നു? എപ്പോഴും ചിരിക്കുന്ന ഒരു മുഖമായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഇന്നിപ്പോൾ സ്കൂളിന് അവധി നൽകിയിരിക്കുകയാണല്ലേ? ഇന്ന് സ്കൂളിന് അവധി. 8ലും 9ലും എക്സാം ഇല്ലായിരുന്നു. പിന്നെ IT പ്രാക്ടിക്കൽ എക്സാം ഉണ്ടായിരുന്നു, അത് മാറ്റിവെച്ചു. അതുപോലെ SSLC പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കും ക്ലാസ് ഉണ്ടായിരുന്നു. ഇത് കാരണം മാറ്റിവെച്ചു. ഈ ക്ലാസ്സിൽ എന്നും എല്ലാ കുട്ടികളോടും ഒപ്പം സന്തോഷിച്ച് ചിരിച്ച് സഹപാഠികളോടൊപ്പം സന്തോഷങ്ങളൊക്കെ തന്നെ പങ്കുവെച്ച് ഈ ക്ലാസ്സിലുണ്ടായിരുന്ന ഒരാളാണ് അഹ്സാൻ. പക്ഷേ ഇന്ന് ഇല്ല. അതിൻ്റെ ഒരു വിഷമം കൂടി അധ്യാപകരുടെ മുഖത്തുണ്ട്. ക്ലാസ് ടീച്ചറുണ്ട് എന്നോടൊപ്പം. ടീച്ചർ, ഞാൻ HMനോട് ചോദിച്ച ചോദ്യം തന്നെയാണ് ആവർത്തിക്കുന്നത്. ക്ലാസ് ടീച്ചറിനോടാകുമ്പോൾ കുട്ടികൾ കൂടുതൽ ഏതെങ്കിലും തരത്തിലുള്ള വിഷമങ്ങൾ പങ്കുവയ്ക്കും. ഏതെങ്കിലും തരത്തിൽ വീട്ടിലൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നതായി പങ്കുവച്ചിരുന്നു? ഇല്ല, അങ്ങനെ വീട്ടിലെ കാര്യമൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. പൊതുവെ ആൾ സൈലൻ്റാണ്, എപ്പോഴും ചിരിച്ചൊരു മുഖമാണ്, വലിയ ബഹളത്തിനൊന്നും പോകാറൊന്നുമില്ല. ഇന്നലെ സ്കൂളിൽ വന്നിരുന്നു അല്ലേ? പരീക്ഷ എഴുതാറുണ്ടായിരുന്നു. ഇന്നലെ സ്കൂൾ വിട്ട് പോകുമ്പോൾ അസ്വാഭാവികത എന്തെങ്കിലും തോന്നിയിരുന്നു? അതായത് ചേട്ടൻ വന്ന് വിളിച്ചുകൊണ്ട് പോവുകയും അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? കഴിഞ്ഞ് എല്ലാവരും പോയി. ഞാൻ IT ലാബിലായിരുന്നു. സാധാരണ പോലെ തന്നെയുള്ളൂ. അകത്ത് വന്നൊന്നും ആരും വിളിച്ചിട്ടില്ല. പുറത്തിറങ്ങിയിട്ട് വിളിച്ചോന്ന് അറിഞ്ഞൂടാ. എന്തായാലും ഇന്നലെ വരെ ഒപ്പമുണ്ടായിരുന്ന, കണ്ട് കളിച്ച് സന്തോഷിച്ച് പഠിച്ചിരുന്ന ഒരു കുട്ടിയാണ് ഈ സ്കൂളിന് നഷ്ടമായിരിക്കുന്നത്. ആ വേദന ഈ അധ്യാപകരുടെ മുഖത്തുണ്ട്. അതിനൊപ്പം അല്ലെങ്കിൽ ഇനി അഹ്സാനെ കാണാൻ കഴിയില്ല എന്നുള്ള ഒരു വലിയ വിഷമം തന്നെയാണ് ഈ അധ്യാപകർക്കുള്ളതെന്നും ചിരിച്ച് കളിച്ച് സന്തോഷിച്ച് ഈ സ്കൂളിൽ വരുന്ന ഒരു കുട്ടി കൂടിയായിരുന്നു എന്നുള്ളതാണ് അധ്യാപകർ പങ്കുവയ്ക്കുന്നത്. അസ്വാഭാവികത ഒന്നും നിലവിൽ തോന്നിയിട്ടില്ല, ഒരു വിഷമവും പങ്കുവച്ചിട്ടില്ല എന്നും ഇവർ പറയുന്നുണ്ട്.